ഇന്ത്യയുടെ ആത്മാർത്ഥ സുഹൃത്ത് റഷ്യ തന്നെയാണ് എന്ന് തെളിയിക്കുന്ന ഒരു വാർത്തയാണ് പ്രശാന്ത് സാർ ഇപ്പോൾ വീണ്ടും പുറത്തു വരുന്നത്. കാരണം റഷ്യയുടെ F-57 Su-57 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം കൂടി നൽകാൻ റഷ്യ തയ്യാറാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യക്ക് അതിന്റെ ഒരു സോഴ്സ് കോഡ് അടക്കമാണ് കൊടുക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഇതിന്റെ പൂർണ്ണ സാങ്കേതിക വിദ്യ മുഴുവൻ ഇന്ത്യക്ക് കൂടി സ്വായത്തമാകുന്ന രീതിയിൽ നൽകാമെന്നാണ് റഷ്യ തീരുമാനിക്കുന്നത്. ഇന്ത്യയുടെ ഈ പ്രതിരോധ നിരക്ക് കൂടുതൽ മുതൽക്കൂട്ടാവുകയല്ലേ റഷ്യയുടെ പുതിയ തീരുമാനം? നമ്മൾ ഈ പറയുമ്പോ കച്ചവടം നടത്തുമ്പോൾ ഓഫറുകൾ കൂടുമല്ലോ. ഇപ്പം അമേരിക്കയുടെ 5ാം തലമുറ വിമാനമാണ് F-35. അതുപോലെ ചൈനയുടെ J-20 എന്ന് പറയുന്ന വിമാനം. ഈ 3 വിമാനങ്ങളാണ് ഇപ്പം റഷ്യയുടെ നമുക്ക് തരാമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന Su-57. അപ്പൊ അമേരിക്ക ഈ പറയുന്ന 5ാം തലമുറ വിമാനം F-35 നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ F-16 മോഡേൺ ഗ്രൂപ്പ് നമുക്ക് വേണ്ടി മാത്രം ഒരു വിമാനം F-21 എന്ന് പറഞ്ഞുകൊണ്ട് 5ാം തലമുറ വിമാനത്തിന് തുല്യമായിട്ടുള്ള വിമാനം എന്ന് പറഞ്ഞ് തരാമെന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് വലിയൊരു വ്യാപാരമാണല്ലോ, വലിയ കോടാനുകോടി രൂപയുടെ ഒരു കരാറാണല്ലോ. അപ്പം ആ കരാറിനകത്ത് ഉള്ള ഒരു മത്സരമാണ്. അപ്പം ഈ സോഴ്സ് കോഡ് എന്ന് പറയുന്നത് ഒരു രാജ്യങ്ങളും വേറൊരു രാജ്യത്തിന് കൊടുക്കത്തില്ല. അതിനകത്തൊരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സോഴ്സ് കോഡ് കൊടുത്താൽ നമ്മൾ DRDOയ്ക്ക് വിമാനത്തിന് ഒരു മാറ്റം വരുത്തിയിട്ട് നമ്മളുടെ ആയുധങ്ങൾ ഘടിപ്പിക്കുവാൻ സാധിക്കും. അപ്പം നമുക്ക് വിമാനം കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് രൂപകൽപ്പനയിലല്ല അതിനകത്ത് വ്യത്യാസം വരുത്തിയിട്ട് നമ്മുടെ ആയുധങ്ങൾ ഘടിപ്പിക്കാൻ സാധിക്കും. അപ്പം ഇത് നമ്മുടെ റഫേൽ വിമാനം ഉണ്ടല്ലോ, റഫേൽ വിമാനം ഇപ്പൊ ഫ്രാൻസിന്റെ മേടിച്ച സോഴ്സ് കോഡ് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രാജ്യം നിർമ്മിക്കുന്ന ആയുധങ്ങൾ കൂടി, അല്ലെങ്കിൽ ഇതിന് പ്രോപ്പർ വെച്ചേക്കുന്ന ആയുധങ്ങൾ കൂടി നമ്മൾക്ക് മേടിക്കേണ്ടി വരും. അപ്പൊ അത് നമുക്ക് കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ പ്രാദേശിക ആയുധങ്ങൾ, ഇപ്പൊ ബ്രഹ്മോസ് ആയാലും നമ്മളുടെ മിസൈലുകൾ, ഡ്രോണുകൾ, മറ്റ് സംവിധാനങ്ങളൊക്കെ ഘടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു വിമാനം രൂപകൽപ്പന ചെയ്യുക, അല്ലെങ്കിൽ മേടിക്കുന്ന വിമാനത്തിനകത്ത് അത്തരത്തിൽ മാറ്റം വരുത്തുവാൻ സാധിക്കുമെങ്കിൽ നമ്മൾക്ക് ആയുധം മേടിക്കേണ്ട വിമാനം മേടിച്ചാൽ മതി. അപ്പൊ അത്തരത്തിൽ ഉള്ള ഒരു ഗുണം ഇതിനകത്തുണ്ട്. അതാണിപ്പം F-57 അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് അതിന് തുല്യമായിട്ടുള്ള F-35 ചൈനയുടെ J-20 ഒക്കെ. J-20 നമുക്ക് മേടിക്കാൻ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ചൈനയുമായിട്ട് അത്തരത്തിൽ കാര്യങ്ങളോ. ഞാൻ പറഞ്ഞത് ഇത് പരസ്പരം മത്സരിക്കുന്ന വിമാനങ്ങൾ. അപ്പം അതിനകത്ത് F-35 എന്ന് പറയുന്ന വിമാനം വാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ചർച്ച ഉണ്ടെന്ന് പറയുന്നു. എത്തരത്തിലാണ് അതിന്റെ കാര്യങ്ങളൊന്നും നമുക്ക് വെളിയിൽ അറിയത്തില്ല. അപ്പം ഇതിനകത്ത് ഈ പറയുന്ന Su-57 എന്ന് പറയുന്ന വിമാനത്തിന്റെ ഏതാണ്ട് വാങ്ങിക്കാൻ ധാരണയായിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷെ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അമേരിക്കയുമായിട്ട് നല്ല ഒരു ബന്ധത്തിലാണ് നമ്മൾ ഉള്ളത്. അപ്പൊ ഈ പരസ്പരം മത്സരം വരുമ്പോൾ അമേരിക്കയുടെ കയ്യിൽ നിന്ന് ആ വിമാനം, അവർ പറയുന്ന വിമാനം മേടിക്കാതെ ഈ വിമാനം മേടിക്കേണ്ടി വരുമ്പോൾ അമേരിക്കയുടെ ഒരു അതൃപ്തി നമുക്ക് ഉണ്ടാവുന്ന ഒരവസ്ഥയുണ്ട്. മാത്രവുമല്ല, ഇപ്പൊ തന്നെ അമേരിക്കയുടെ വിദേശകാര്യ വകുപ്പിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള പ്രസ്താവനയും വന്നിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മൾക്കിപ്പം ഏറ്റവും പ്രതിരോധ സംവിധാനത്തിൽ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും ഗോപ്യമായ രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ, നമ്മൾക്ക് അത് ഏറ്റവും പ്രയോജനപ്രദമായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലൊക്കെ ആകുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ തന്നെ S-400 എന്ന പ്രതിരോധ സംവിധാനം നമ്മൾ മേടിച്ചപ്പോൾ ഈ അമേരിക്ക താഡ് സംവിധാനം ഉണ്ട്, അത് മേടിക്കേണ്ട, അത് കുഴപ്പമാണെന്നൊക്കെ പറയുമ്പോൾ നമ്മളതൊന്നും കേട്ടില്ല, നമ്മൾ മേടിച്ചു. അപ്പം ഇപ്പൊ തന്നെ ഈ പറയുന്നത് പോലെ ഈ Su-57 എന്ന് പറയുന്ന വിമാനം നമ്മൾ മേടിക്കുമ്പോൾ, സോഴ്സ് കോഡ് കിട്ടുമ്പോൾ നമുക്ക് ഇതേ രീതിയിലുള്ള പ്രയോജനമുണ്ട്. മാത്രമല്ല, പുതിയ പല കാര്യങ്ങളും ഈ റഷ്യയുമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയാമല്ലോ, S-500 ഇവിടെ നിർമ്മിക്കുന്നതിന് വേണ്ടി അതിന്റെ സാങ്കേതിക വിദ്യ, അല്ലെങ്കിൽ അതിന് തയ്യാറായി നിൽക്കുക, അല്ലെങ്കിൽ അത്തരം ടോക്ക് നടത്താമെന്നുള്ള രീതിയിൽ ടോക്ക് വന്നിട്ടുണ്ട്. പിന്നെ പല ബ്രഹ്മോസിന്റെ പുതിയ വേർഷൻ അത് ഇവിടെ നിർമ്മിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത്തരത്തിൽ അതിന്റെ സംവിധാനങ്ങളും
അതിന്റെ സാങ്കേതിക വിദ്യയും ഒക്കെ നമ്മൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പല രീതിയിലേക്കുള്ള ഒന്നിച്ചു മുന്നോട്ട് പോകുന്നതിന് വേണ്ടി മറ്റ് രാജ്യങ്ങൾക്കപ്പുറം റഷ്യ നമ്മളോട് കൈ കോർക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ വിമാനം ഏറ്റവും അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇന്ത്യ വാങ്ങിക്കാൻ സാധ്യതയുള്ളത് ഈ പറയുന്നത് പോലെ റഷ്യയുടെ കയ്യിൽ നിന്നാണ്. റഷ്യയുടെ കയ്യിൽ നിന്ന് നമ്മുടെ വിമാനം മേടിച്ച S-400 പ്രതിരോധ സംവിധാനം കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ സിന്ധൂരിന് ശേഷം കണ്ടായിരുന്നു ഒരു അവിടുത്തെ വിദഗ്ധരുടെ ഒരു എന്തുകൊണ്ട് S-400 ഇവിടെ വിജയിച്ചു, അല്ലെങ്കിൽ ചൈനയ്ക്ക് അത്രത്തോളം വിജയിക്കാൻ അല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനപ്പെടുത്താൻ സാധിക്കാതെ വരുന്നു, അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾക്കും ഒരേപോലുള്ള സാധനം കൊടുത്തിട്ട് രണ്ടിന്റെയും വ്യത്യാസം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഇന്ന വിശകലനം അല്ലെങ്കിൽ പഠനത്തിന് വിധേയമാക്കുന്നതിന്റെ ഒരു റിപ്പോർട്ട് വന്നായിരുന്നു. കാരണം നമ്മൾക്ക് ഒരു ആയുധം ഈ പറയുന്നത് പോലെ മറ്റൊരു രാജ്യം തന്നു കഴിഞ്ഞാൽ, അത് അമേരിക്കയുടെ കാര്യത്തിൽ കില്ലർ സ്വിച്ചിന്റെ ഒക്കെ വിവാദം പണ്ട് നേരത്തെ വന്നതാണ്. കാരണം അവർ തരുന്ന ആയുധങ്ങൾ അല്ലെങ്കിൽ വിമാനങ്ങൾ, മിസൈലുകൾ, അല്ലെങ്കിൽ ഇതിനകത്തൊക്കെ അവരൊരു സ്വിച്ച് ഘടിപ്പിച്ചു വിടും. അത്യാവശ്യ ഘട്ടത്തിൽ ആ സ്വിച്ച് അവർ ഓപ്പറേറ്റ് ചെയ്യും. നമുക്കത് പ്രയോജനപ്പെടാതെ വരുന്ന ഒരു ആരോപണം വന്നിട്ടുള്ളതും, അല്ലെങ്കിൽ ആരോപണം അമേരിക്കൻ പ്രസിഡന്റ് നിഷേധിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഞാനീ പറഞ്ഞു വന്നത്, അവര് തരുന്ന ഇപ്പൊ S-400 നമ്മുടെ തരുമ്പോൾ അതിനകത്ത് നമ്മൾക്ക് അതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്താനോ, അല്ലെങ്കിൽ നമ്മൾക്ക് അതിനകത്ത് കയറി ഇപ്പൊ സുദർശന ചക്ര എന്നുള്ള ഒരു വേർഷനിലേക്ക് പോയല്ലോ, ആ രീതിയിലേക്ക് ഉള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ലോക്ക് ചെയ്ത് തരുന്ന ഒരു രീതി ഇല്ല. പക്ഷെ ചൈനയ്ക്ക് S-400 കൊടുത്തതെന്ന് പറഞ്ഞാൽ അതിന്റെ സാങ്കേതിക വിദ്യ ഏത് ആയുധം കൊടുത്താലും അതിനകത്ത് കയറി അതിൽ റിവേഴ്സ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ അതിന് മാറ്റം വരുത്തുന്നതിനും ഒക്കെ ശ്രമവും അല്ലെങ്കിൽ പഠനം നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം ചൈന നടത്താറുള്ളത്. കാരണം അവന്മാരുടെ തലയ്ക്കകത്ത് അങ്ങനെ ഒരു ബുദ്ധി എപ്പോഴും ഉണ്ടല്ലോ. അതുകൊണ്ട് അത് അത്തരത്തിൽ അഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി അതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗപ്രദമല്ലാതെ പോകുന്ന രീതിയിലേക്ക് വരും എന്നുള്ള രീതിയിൽ. അപ്പം രണ്ട് രാജ്യങ്ങൾക്കും ഒരേ സാധനം തന്നെ കൊടുക്കുമ്പോൾ രണ്ട് രീതിയിൽ ആ രാജ്യം ആ സാധനത്തിനകത്ത് വ്യത്യാസങ്ങൾ വരുത്തി കൊടുക്കുന്ന ഒരവസ്ഥ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതേ രീതിയിൽ ഈ അമേരിക്കയുടെ ഒരു ആക്ഷേപം എന്ന് പറഞ്ഞാൽ, അമേരിക്ക ആയുധം കൊടുക്കുമ്പോൾ ആയുധത്തിനകത്ത് വീണ്ടും ഒരു നിയന്ത്രണം ഏർപ്പെടുത്തി കൊടുക്കാറുണ്ടെന്നുള്ള ഒരു ആക്ഷേപം ഒരുപക്ഷെ അമേരിക്കയുടെ പേരുണ്ട്. ശരിയോ തെറ്റോ എന്നുള്ളതിനെ പറ്റി അറിയത്തില്ല. പക്ഷെ എന്നാലും കാർഗിൽ യുദ്ധ സമയത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു സാറ്റലൈറ്റ് ഫോൺ പോലെ ഒരു ഫോൺ ഉണ്ടായിരുന്നു. ഈ ഫോണിനകത്ത് ഇതുപോലെ ഒരു ആക്ഷേപം വന്നതാണ്. കാരണം അത് നമ്മുടെ സൈനിക കേന്ദ്രത്തിൽ നിന്ന് എല്ലാ പട്ടാളക്കാർ എവിടാന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിനും അല്ലെങ്കിൽ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയുള്ള ഒരു സംവിധാനം. കാരണം ഇത് വേറെ ആർക്കും പിടിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ ശത്രു രാജ്യത്തിന് നമ്മുടെ വയർലെസ് സിഗ്നലുകൾ അല്ലെങ്കിൽ ഇതിനകത്ത് പോകുന്ന സിഗ്നൽ പിടിക്കാൻ പറ്റത്തില്ല എന്ന് നമ്മൾ അവരുടെ നിന്ന് മേടിച്ചതാണ്. അപ്പൊ ഓരോ സൈനികനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഈ സൈനികരെ എല്ലാം കൺട്രോൾ റൂമിൽ നിന്ന് കൺട്രോൾ ചെയ്യാനും പറ്റുന്ന രീതിയിലേക്കുള്ള സിസ്റ്റം ആയിരുന്നു തോന്നുന്നത്. പക്ഷെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ യുദ്ധ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയത്തില്ല, ചിലപ്പം നമ്മുടെ ഫോണിനകത്ത് സിഗ്നൽ പോകുന്ന പോലെ ഫോണിനകത്ത് സിഗ്നൽ പോവുക. അതായത് അങ്ങനെ പലവട്ടം പോയി. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലും സാറ്റലൈറ്റിന്റെ കുഴപ്പമോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കുഴപ്പമാണെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷെ കൊല്ലങ്ങൾക്ക് ശേഷം ഇത് വെളിയിൽ വരുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം ഇത് അമേരിക്കയിൽ ഇരുന്ന് ഓഫ് ചെയ്യുകയായിരുന്നു. അതായത് ക്രിട്ടിക്കൽ സമയത്ത് അത്തരത്തിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ പട്ടാളക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാൻ സാധിക്കാത്ത രീതി, അല്ലെങ്കിൽ ആ യുദ്ധത്തിന് പരാജയം ഉണ്ടാക്കാത്ത രീതിയിലേക്ക് ആ തന്ന രാജ്യത്തിന് യുദ്ധോപകരണങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ചതി കാണിക്കുന്ന രാജ്യം എന്നുള്ള രീതിയിലേക്ക് അമേരിക്കയ്ക്ക് ഒരു പേരുണ്ട്. അപ്പം ഇതിനകത്ത് Su-57 എന്ന് പറഞ്ഞ വിമാനം തരുമ്പോൾ സോഴ്സ് കോഡ് തരുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊണ്ടുപോക്കോ, നിങ്ങളെ നമുക്ക് വിശ്വാസമാണ്, അല്ലെങ്കിൽ നിങ്ങൾ നമ്മളുടെ വിമാനം മേടിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളുടെ ആയുധങ്ങൾ കൂടി മേടിക്കേണ്ട കാര്യമില്ല. അതിനകത്ത് DRDOയുടെ നമ്മുടെ സംവിധാനം ഉപയോഗിച്ച് മാറ്റം വരുത്തിയിട്ട് നമ്മൾക്ക് ആവശ്യമായ അല്ലെങ്കിൽ ഏത് ആയുധങ്ങളും ഘടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആ വിമാനത്തെ പ്രാപ്തമാക്കി എടുത്തോ എന്നുള്ള രീതിയിലേക്കാണ്. ഇത് വേറെ ഒരു രാജ്യവും ചെയ്തില്ല. റഫാലിന്റെ കാര്യത്തിൽ പോലും ഫ്രാൻസ് തന്നിട്ടില്ല. നമ്മൾ അതിന്റെ കൂടെ അവരുടെ ആയുധങ്ങളും മേടിച്ചാണ് ആ വിമാനം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ രീതിയിലേക്കുള്ള ഒരു കാര്യം പോകുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നത്, നമ്മൾ തീരുമാനം എടുക്കുന്നതിനകത്ത് വേറെ ആരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാത്ത ഒരു അവസ്ഥ ഉള്ളപ്പോൾ Su-57 എന്ന് പറയുന്ന വിമാനം ഇപ്പൊ അതിന്റെ വിമാനം മേടിക്കുന്നതിനെ പറ്റി ആലോചന നടന്നിട്ടുള്ളതേ ഉള്ളൂ. എത്ര വിമാനം മേടിക്കുമെന്നോ എന്ന് മേടിക്കുമെന്നോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള നീക്കങ്ങളൊന്നും നടന്നിട്ടില്ല. അത് ഒരുപക്ഷെ നടത്തുമായിരിക്കും, വെളിയിൽ വരാത്തതായിരിക്കും, ധാരണയിലായിട്ടുണ്ടാവാം, ഉണ്ടാവാം, എന്ന് വാങ്ങും എന്നുള്ളതിനെ പറ്റി പറയാം. അപ്പം ആ ഒരു കാര്യം വെച്ച് നമുക്ക് ഏറ്റവും പ്രയോജനപ്രദമാവുന്ന രീതി വെച്ചിട്ട് Su-57 തന്നെ നമ്മൾ വാങ്ങിക്കാനാണ് സാധ്യത. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രയോജനങ്ങളുണ്ട്. മാത്രവുമല്ല പല പ്രതിരോധ
സംവിധാനത്തിനകത്തും കൂടെ ചേർന്ന് ഒന്നിച്ചു നിന്ന് ഒരുപക്ഷെ ഇന്ത്യയിലെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെയുള്ള പരിപാടിക്ക് അകത്ത് വെച്ച് തന്നെ കൈകാര്യം ചെയ്യാം എന്നുള്ള രീതിയിലേക്കും റഷ്യ പറയുന്നുണ്ട്. അതിന് പുതിയ ബ്രഹ്മോസിന്റെ വെർഷൻ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ S-500ന്റെ S-500 അത് വികസിപ്പിച്ചെടുത്തിട്ട് അവർ അനൗൺസ് ചെയ്തിട്ടുള്ളേ ഉള്ളൂ. അതിന്റെ കൂടുതൽ പീസുകൾ ഒരുപക്ഷെ ഇവിടെ വെച്ച് നിർമ്മിക്കുന്നതിന് വേണ്ടി റഷ്യ ഇപ്പൊ തന്നെ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പം അത്തരത്തില് റഷ്യ ഇന്ത്യയുമായിട്ട് വളരെ കൂടുതലായിട്ട് സഹകരിച്ചു പോകുന്നതിന് കൈ നീട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മൾ ആ കയ്യിൽ അതേ അർത്ഥത്തിൽ പിടിച്ചാൽ ഇത്തരത്തിലുള്ളൊരു നേട്ടം ഉണ്ടാവും. അതിന്റെ തീരുമാനമെടുക്കേണ്ടത് നമ്മുടെ ഗവൺമെന്റ് ആണ്. കാരണം ഇത്തരത്തിൽ വാഗ്ദാനങ്ങൾ റഷ്യ കൊടുത്തിട്ടുണ്ട്, അത് വെളിയിൽ വന്നിട്ടുണ്ട്. അത് നമുക്ക് വലിയ പ്രയോജനമാകുന്ന ഒരു വാഗ്ദാനം തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതാണ്. എന്തായാലും ഇന്ത്യക്ക് 5ാം തലമുറ യുദ്ധവിമാനമായ Su-57 നൽകാമെന്ന് റഷ്യ പറഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, Su-57 നൽകുക മാത്രമല്ല, അതിന്റെ സോഴ്സ് കോഡ് കൂടി ഇന്ത്യക്ക് കൈമാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടുകൂടി ഇത് പൂർണ്ണമായും കൺട്രോൾ ചെയ്യാനുള്ള സാങ്കേതിക വിദ്യകൾ മുഴുവൻ ഇന്ത്യക്ക് എടുക്കാൻ കൂടെ സാധിക്കും. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.